നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. 6ാം ദിവസവും പശ്ചിമേഷ്യ കലുഷിതമായി തുടരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനം അകലെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നും നിരന്തരമായി ഭീഷണികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും യുദ്ധം ഒരിക്കലും നല്ലതല്ല. എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം സംസ്ഥാനത്തേക്ക് വന്നാൽ ശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും കടലാക്രമണം അടക്കം രൂക്ഷമായി തുടരുകയാണ്. പല ജില്ലകളിലെയും അലേർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അതിശക്തമായ പ്രത്യാക്രമണങ്ങളുമായി ഇറാൻ ഇസ്രായേൽ യുദ്ധം 6ാം ദിവസം. വെടിനിർത്തലിന് അപ്പുറത്തേക്കുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഡൊണാൾഡ് ട്രംപ്. അയത്തുള്ള അലി ഖമേനിയുടെ ഒളിയിടം അറിയാമെന്നും നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ്. ഇസ്രായേൽ ഇതുവരെ കാണാത്ത ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കാൻ ഖമേനിയുടെ മുന്നറിയിപ്പ്. അർമേനിയയിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം ഇന്ന് ഡൽഹിയിലെത്തും. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ ധാരണ. തീരുമാനം G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചരണം. വീടുകൾ തോറും കയറി വോട്ടുറപ്പിച്ച് സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന്. ആശാപ്രവർത്തകരുടെ സമരയാത്ര ഇന്ന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് അവസാനിക്കും. VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആശാപ്രവർത്തകർക്ക് നിർബന്ധിത പരിശീലനം പ്രഖ്യാപിച്ച സർക്കാർ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും ഇന്ന് ഓറഞ്ച് അലേർട്ട്. കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ തിരുവനന്തപുരം കണ്ണാന്തുറ തീരദേശവാസികൾ. പല വീടുകളും തകർന്നു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. പ്രവേശനം നേടുന്നത് 3,40,000 വിദ്യാർത്ഥികൾ. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. അതിശക്തമായ പ്രത്യാക്രമണങ്ങളുമായി ഇറാൻ ഇസ്രായേൽ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിരൂക്ഷമാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. വെടിനിർത്തലിന് അപ്പുറത്തേക്കുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ഉദ്ദേശമില്ലെന്നും ട്രംപ് പറയുന്നു. ഒപ്പം അർമേനിയയിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം ഇന്ന് ഡൽഹിയിലെത്തും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സ്വപ്ന ചേരുന്നുണ്ട്. സ്വപ്ന, നേരം പുലരുവോളം ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കക്ഷിയായിരിക്കുകയാണ് അമേരിക്ക. അത്തരത്തിൽ പരോക്ഷമായ പല ഭീഷണികളും ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി അയത്തുള്ള അലി ഖമേനിക്കുള്ള മുന്നറിയിപ്പ്. ഏതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീകാർത്തിക. ഈ സൂചിപ്പിച്ചതുപോലെ ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൻ്റെ ഭാഗമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം കൃത്യമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും ഒടുവിലായി നമ്മൾ അറിയേണ്ടത് ഇറാൻ ഫത്ത-1 എന്ന മിസൈൽ ടെലവീവിലേക്ക് പ്രയോഗിച്ചു എന്നതാണ്. നേരത്തെ തന്നെ ഇറാൻ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടെലവീവിലുള്ള ജനങ്ങളോട് മാറിപ്പോകണം, ഒഴിഞ്ഞു പോകണം എന്നത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. മിസൈൽ ഫത്ത-1 നമുക്കറിയാം, കഴിഞ്ഞ 2024 ഒക്ടോബർ 1 സമാനമായി ഇറാൻ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ 12 ഫത്ത-1 മിസൈലുകളാണ് ഇത്തരത്തിൽ ടെലവീവിലേക്ക് അവർ പതിച്ചത്. പക്ഷേ അവരുടെ അയൺ ഡോം, ഇസ്രയേലിൻ്റെ അയൺ ഡോം എന്ന് പറയുന്ന അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് തകർക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഈ ഒരു വാറിൽ ഇറാൻ ആദ്യമായി ഫത്ത-1 എന്ന് പറയുന്ന മിസൈൽ പ്രയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ അത് തകർക്കാൻ കഴിഞ്ഞോ, അതിനെ വേദിക്കാൻ കഴിഞ്ഞോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇസ്രയേൽ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. കൂടുതലായി മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ്
പുറത്തു വരുന്നത്. അതേസമയം അതിന് തൊട്ട് മുൻപ് തന്നെ അല്ലെങ്കിൽ അതിന് സമാനമായി തന്നെ ഇസ്രയേൽ കടുത്ത വ്യോമ ആക്രമണം ടെഹ്റാന് മുകളിൽ ഇറാന് മുകളിൽ നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാനിലെ ഫോർദോ, അതായത് അവരുടെ മിസൈൽ സംഭരണ കേന്ദ്രം അടക്കമുള്ള സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ള ഫോർദോവിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇതിനിടയ്ക്ക് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പരാമർശങ്ങളാണ്, പ്രത്യേകതകളാണ്. വി ആർ നോട്ട് ഡിസൈഡഡ് ടു കിൽ അയത്തുള്ള അലി ഖൊമേനി നൗ എന്നാണെന്ന് പറയുന്നത്. വി ആർ എന്ന് പറയുന്നത് ഞങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നാൾ ഈ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് നേരിട്ട് ഇടപെടാതിരുന്ന അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്ക വി എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പരോക്ഷമായി തങ്ങളും ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും നമുക്കറിയാം, അമേരിക്കയുടെ പ്രോക്സിയായി തന്നെയാണ് ഇസ്രയേൽ പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ ആക്രമണം നടത്തുന്നത് എന്ന് നമുക്കറിയാം. കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്, അയത്തുള്ള അലി ഖൊമേനിയെ ടാർഗറ്റ് ചെയ്ത് വധിക്കാൻ തങ്ങൾക്ക് അറിയാം, പക്ഷേ ഇപ്പോൾ അത് നടത്തുന്നില്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സറണ്ടർ, ഒരു കീഴടങ്ങൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും അയത്തുള്ള അലി ഖൊമേനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അമേരിക്ക യുദ്ധത്തിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പക്ഷേ ട്രംപിന് ഏകപക്ഷീയമായി ഒരുപക്ഷെ യുദ്ധം എന്നതിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ പെർമിഷൻ ഇതിന് ആവശ്യമാണ്. നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അങ്ങനെ അമേരിക്കൻ കോൺഗ്രസ് ഒരു പെർമിഷൻ അമേരിക്കയ്ക്ക് ഒരു യുദ്ധത്തിലും നൽകിയിട്ടില്ല. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ, മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ നൽകിയിട്ടില്ല. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമുക്കറിയാം ഇറാഖിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും അമേരിക്കയുടെ അധിനിവേശങ്ങളും നാറ്റോ സഖ്യകക്ഷികളുമായി ചേർന്നുള്ള ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഗ്രസിൻ്റെ സമ്മതത്തിന് വേണ്ടി ട്രംപ് കാത്തിരിക്കുമോ എന്നത് നമുക്ക് ഇനിയും അറിയാൻ ബാക്കിയുണ്ട്. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പോലെ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ പ്രയോഗിച്ച അതേ തന്ത്രം, അതായത് നേതാക്കളെ വധിച്ചുകൊണ്ട് ഒരു മുന്നണിയെ, ശത്രുമുന്നണിയെ നിർവീര്യമാക്കുക എന്ന ആ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെയും ബെഞ്ചമിൻ നെതന്യാഹു ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാനിലെ എല്ലാ നേതാക്കളെയും, ഏതാണ്ട് 20-ലധികം സൈനിക ഉദ്യോഗസ്ഥരെ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ അടക്കമാണ് ഇതുവരെ. എന്തായാലും ഏറ്റവും അടുത്ത ഉടനെ തന്നെ ഒരു സമവായ ചർച്ചകളുടെയോ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളുടെയോ ഒരു നൂലിഴ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അമേരിക്കയുടെ നിലപാടാണ് ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത്. ഇത്തരത്തിൽ യുദ്ധം വളരെ കലുഷിതമായി തന്നെ പോകുമ്പോൾ അവിടുത്തെ ഇന്ത്യക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ എത്രത്തോളം സുരക്ഷിതരാണ് അവർ എന്ന ചോദ്യം ഉയരുന്നുണ്ടല്ലോ. ഇപ്പോൾ അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരം തീർച്ചയായും നമുക്കറിയാം. ഈ ഇറാനുമായും ഇസ്രയേലുമായും ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളിലെ എംബസികളുമായും നമുക്ക് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇറാനിൽ നിന്നും, അത് ടെലവീവിൽ നിന്നാണെങ്കിലും ടെഹ്റാനിൽ നിന്നാണെങ്കിലും നമുക്ക് ലഭിക്കുന്നു. ഇന്ത്യക്കാർ തൽക്കാലം സുരക്ഷിതരാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ എംബസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഇറാനുമായി പ്രത്യേകതരം ബന്ധമാണ്, നമുക്ക് ഇറാനിൽ നമ്മൾ എണ്ണയൊക്കെ വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം കൃത്യമായി, ഒറ്റയാൻ രാഷ്ട്രമെന്ന് ഇറാനെ പറയുമ്പോഴും ഇന്ത്യ ഇറാനുമായി കൃത്യമായ ഒരു ബന്ധം നിലനിർത്തി പോരുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അടക്കം, ഒരു 1500ഓളം വിദ്യാർത്ഥികളടക്കം അർമേനിയൻ അതിർത്തിയിലേക്ക്, ഇറാൻ അർമേനിയ അതിർത്തി, അതുവഴിയാണ് നമ്മൾ ഇവരെല്ലാം ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്. ഈ അർമേനിയൻ അതിർത്തിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമാണ്. എന്തായാലും ഇറാനിയൻ അതിർത്തി കടന്നു എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ഈ വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ ഡൽഹിയിൽ 110 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം എത്തിയേക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി സ്വപ്ന, ഏതായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിരൂക്ഷമാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. വെടിനിർത്തലിനപ്പുറത്തേക്കുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും സ്വപ്നയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനം. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാനമന്ത്രിയെ പ്രത്യേക ക്ഷണിതാവായി G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും പുതിയ വ്യാപാര ബന്ധങ്ങളിലേക്ക് കടക്കാനും തീരുമാനമായി. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്നാണ് 2023 സെപ്റ്റംബറിൽ ആദ്യത്തെ നയതന്ത്ര തർക്കം ആരംഭിച്ചത്. ഇത് രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാല നയതന്ത്ര സംഘർഷത്തിന് കാരണമായി. ഇരു രാജ്യങ്ങളും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് ആരോപിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു. പിന്നാലെ തങ്ങളുടെ പൗരന്മാരെ ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് വിലക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കാനഡ ഇന്ത്യയിലെ 3 കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന സഞ്ജയ് കുമാർ വർമ്മയെയും മറ്റ് 5 നയതന്ത്രജ്ഞരെയും കാനഡ പുറത്താക്കിയിരുന്നു. തുടർന്ന് ഇന്ത്യയും 6 നയതന്ത്ര ജീവനക്കാരെ പുറത്താക്കി.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രം. ഇന്ന് നിശബ്ദ പ്രചരണം. വീടുകൾ കയറിയാണ് സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്നും. പ്രശാന്ത്, ഇപ്പോൾ ഏറ്റവും ആവേശം ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയായിരുന്നു ഇന്നലത്തെ ഈ ഒരു കൊട്ടിക്കലാശത്തോടുകൂടി നിലമ്പൂരിൽ. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടർമാരെ നേരിട്ട് കണ്ട് അവസാനവട്ട വോട്ട് ഉറപ്പിക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ്. നിശബ്ദ പ്രചരണമാണെന്ന്. എന്തൊക്കെയാണ് നിലമ്പൂരിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീകാർത്തിക, നാളെ ഈ സമയമാവുമ്പോൾ നിലമ്പൂർ വിധിയെഴുതി തുടങ്ങും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി തന്നെയാണ് ഇന്ന് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും എല്ലാം തന്നെ ഉള്ളത്. ഇന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെയും ഒപ്പം തന്നെ മറ്റ് ചില പ്രധാന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചായിരിക്കും സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഉന്നതികൾ, നഗറുകൾ, അങ്ങനെ കൂടുതൽ വോട്ടുകൾ ഉള്ള മേഖലകൾ, ആ മേഖലകൾ കയറിയിറങ്ങാനാണ് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചത്. UDF സ്ഥാനാർത്ഥി അടക്കം ഇത്തരത്തിൽ തന്നെയാണ് പ്രചരണ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ 8 മണിയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി വോട്ടുകൾ എത്താൻ കഴിയും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ഇടപെടലുകൾ വേണ്ട സ്ഥലം, അങ്ങനെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് പ്രധാനമായും ഇന്നുണ്ടാവുക. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ കാര്യമായി മണ്ഡലത്തില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ നേതാക്കളൊക്കെ തന്നെ ഇന്നലെ തന്നെ മടങ്ങിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കനത്ത സുരക്ഷയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കൊട്ടിക്കലാശം. എല്ലാ വീറും വാശിയോടും കൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് വിവിധമായ വികസന വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റു വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമായു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 3 മുന്നണികൾക്ക് പുറമെ PV അൻവർ കൂടി രംഗത്തെത്തിയതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ കളം വേറൊരു തരത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയൊക്കെ വോട്ടുകളിലാണ് അൻവർ വിള്ളലുണ്ടാക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അൻവർ തന്നെ പറയുന്നത് താൻ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ്. 2ാം സ്ഥാനത്ത് UDFും 3ാം സ്ഥാനത്ത് LDFും എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അതൊക്കെ ജനങ്ങൾ, അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, പ്രത്യേകിച്ച് രാജിവെച്ചാണ് അൻവർ വീണ്ടും വോട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ തന്നെ ജനങ്ങൾ എത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളതാണ്. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അന്ന് നമുക്കറിയാം ഈ പറഞ്ഞ വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒപ്പം തന്നെ വിവാദങ്ങൾ, അതിലേതൊക്കെയാണ് ജനങ്ങൾ ഉൾക്കൊണ്ടത്? വികസനത്തിനൊപ്പമാണോ അതോ സർക്കാർ വിരുദ്ധ വോട്ടുകൾക്കൊപ്പമാണോ ജനം നിൽക്കുന്നത് എന്നറിയാൻ കഴിയും. ശരി, നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളാണ് കെ പ്രശാന്ത് നൽകിയത്. ഇനി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആശാപ്രവർത്തകരുടെ സമരയാത്ര ഇന്ന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് അവസാനിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇതിനിടെ സർക്കാർ ആശാപ്രവർത്തകർക്ക് നിർബന്ധിത പരിശീലനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോർട്ടൽ പരിചിതമാക്കാനുള്ള പരിശീലനമാണ് ഇന്ന് നടക്കുക. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നിങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. 3 വട്ടം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും 1 വട്ടം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും സമരക്കാർ ചർച്ച നടത്തിയെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സമരം നീണ്ടുപോവുകയായിരുന്നു. സമരത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ സാംസ്കാരിക കേരളത്തിന് കാണിച്ചു തന്ന പോരാട്ടം കൂടിയാണ് ഇവരുടേത്. ആ പോരാട്ടങ്ങൾക്ക് മൂർച്ച കൂട്ടി മെയ് 5 കാസർഗോഡ് നിന്നും സമരയാത്ര ആരംഭിച്ചു. കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച് 4200 കിലോമീറ്റർ സഞ്ചരിച്ച് തെക്കേ അറ്റത്തുള്ള പാറശാല വരെ സ്വീകരണങ്ങൾ പൂർത്തിയാക്കി യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ആശാപ്രവർത്തകർ മഹാറാലി സംഘടിപ്പിക്കും. രാപ്പകൽ സമരത്തിന്റെ 129-ാം ദിവസമാണ് മഹാറാലി നടക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്രയാണ് 46-ാം ദിവസം സമാപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ 10 മണിക്ക് PMGയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഉദ്ഘാടനം ചെയ്യും. ആശാപ്രവർത്തകർക്കൊപ്പം സ്വാഗത സംഘങ്ങളുടെ ഭാഗമായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും പൊതുജനങ്ങളും മഹാറാലിയിൽ അണിചേരും. ഇതിനിടെ സംസ്ഥാനത്തെ മുഴുവൻ ആശമാരും നാളെ അടിയന്തര പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് NHM ഉത്തരവിറക്കി. വ്യാപക പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. മാർച്ച് 17 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചപ്പോഴും അന്ന് പാലിയേറ്റീവ് പരിശീലനം നടത്താൻ ഉത്തരവിട്ടിരുന്നു. ജൂൺ 18 പണിമുടക്ക് പ്രഖ്യാപിച്ച് KHWA ജൂൺ 5 NHM ഡയറക്ടർക്ക് നോട്ടീസും നൽകിയിരുന്നു. സമരം പൊളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആശാപ്രവർത്തകർ ആരോപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. 3,40,000 വിദ്യാർത്ഥികളാണ് ഇന്ന് ക്ലാസുകളിലേക്ക് എത്തുക. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 9-ന് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. +1 പ്രവേശനത്തിന്റെ 3ാം അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെ പ്രവേശനം നടന്നു. ഏകജാലക പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിൽ ആകെ 3,12,908 പേർക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത്. +1 പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷ സമർപ്പിക്കാം. കടലെടുത്ത പ്രതീക്ഷകളുടെ കഥകളാണ് കണ്ണാന്തുറ തീരദേശവാസികൾക്ക് പറയാനുള്ളത്. രൂക്ഷമായ കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പലരും. ചില വീടുകൾ ഭാഗികമായി തകർന്നു. ഓരോ കടൽക്ഷോഭവും തീരദേശവാസികളുടെ ജീവിതം പതിറ്റാണ്ടുകൾ പിന്നോട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. കണ്ണാന്തുറയിലുള്ള തീരദേശവാസികൾക്കും പറയാനുള്ളത് വേദനിപ്പിക്കുന്ന കുറെ കഥകളാണ്. സംസ്ഥാനത്ത് കടലാക്രമണം രൂക്ഷമാണ്. കടൽക്ഷോഭം രൂക്ഷമായിട്ടും വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കാതിരുന്നത് കണ്ണാന്തുറ, കൊച്ചുപള്ളി, പടിഞ്ഞാറെ തീരദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ വേണം. ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ അമ്മച്ചിമാർ പറയുന്ന കണക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഈ രോഗികൾക്ക് വേണ്ടിയും ഞങ്ങൾ ക്ലേയിനെ പോലെ ഞങ്ങളുടെ അഭിപ്രായത്തിന് ഞങ്ങൾ കല്ലെടുക്കുന്നതാണ്. കല്ലടുക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും രോഗികൾക്ക് സേഫ്റ്റി ഇതാണ്. ആദ്യം ഞങ്ങൾക്ക് ഇപ്പം സുരക്ഷിതമായിട്ട് ക്ലേ അടിച്ച് തന്നിട്ട് ഞങ്ങൾക്ക് കല്ലടിക്ക് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് ഈ എൻഡ് തൊട്ട് അങ്ങറ്റ എൻഡ് വരെ ഞങ്ങൾക്ക് കല്ലടിക്കേ പറ്റൂ. മൊത്തം ഞങ്ങൾക്ക് കല്ലെടുക്കണം. ഞങ്ങൾക്ക് കമ്പോലക്കാരെ കാര്യം നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളെ കുട്ടികളെ വാരിയെടുത്തോണ്ട് ഓടാൻ പറ്റൂല അമ്മ. ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാകാറുണ്ട്. കർക്കിടകം തുടങ്ങുന്നതിന് മുൻപെങ്കിലും കല്ലിട്ട് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ജൂൺ ജൂലൈ ആഗസ്റ്റിലാണ് ഈ കടലേറ്റം വരുന്നത്. ഇവർ ഏപ്രിൽ മാർച്ചിലൊക്കെ ഇവർ എന്തെങ്കിലും ഉപകരണം ഞങ്ങൾക്ക് ചെയ്ത് തരേണ്ട അവസ്ഥയാണ്. അവരത് ചെയ്യുന്നില്ല. ഈ സമയത്ത് വന്ന് അവർക്കൊന്നും ചെയ്യാനും പറ്റൂല. അപ്പം ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് പോട്ടെ എന്നാണ് ഈ ഗവൺമെൻറ് വിചാരിക്കുന്നത്. അപ്പോഴേ ഇവർ ഈ കടലേറ്റ സമയത്ത് വന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. ക്ലേ നിറച്ച ചാക്കുകൾ നിരത്തിയാണ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇവർക്ക് ചെയ്യാമെങ്കിൽ കഴിഞ്ഞ മാസമേ ചെയ്യാമായിരുന്നു. 2 മാസം നമ്മൾ അങ്ങ് വിട്ട് 1 മാസത്തിനാകുമ്പോൾ ഇവർ ഇത് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. പക്ഷെ ഇപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്ര ഇതുകൊണ്ട് ഇവിടെ അടിക്കാലും കല്ലല്ലാതെ എത്ര ക്ലേ കൊണ്ട് ഇവിടെ നിറച്ചാലും അതങ്ങ് അലിഞ്ഞു പോവുകയേ ചെയ്യത്തുള്ളൂ. ചെളി ക്ലേ എന്ന് പറയുന്നത്, ചെളി എന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ കൊണ്ടിടുന്നത് നമ്മളിപ്പോഴത്തെ ഒരാവശ്യത്തിന് വേണ്ടിയാണ്. അത് വന്നിട്ട് കടലിങ്ങനെ കയറി വരുമ്പോൾ കട്ട അലിഞ്ഞു പോകണില്ല. ചെളി അലിഞ്ഞു പോകുന്നതൊക്കെ അത് അലിഞ്ഞു പോകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വന്നിട്ട് ചാക്കിൽ അടിച്ച വലിയ തിര വരുമ്പോൾ എന്തൊരു വലിയ ചാക്കാണ് അത് ഒഴുകി പോണത്. വരും ദിവസങ്ങളിലും മഴ കനക്കും. ഇവർക്ക് പുനരധിവാസം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ശക്തമായ തിരമാലകൾ തീരം താണ്ടി എത്തിയതോടെ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് തീരദേശവാസികൾ ജീവിക്കുന്നത്. ദുരിതക്കയത്തിലാണ് തീരദേശവാസികളെന്ന് പറയാതെ വയ്യ. സുരക്ഷിതമായി ഉറങ്ങാൻ ഒരവസരം ഒരുക്കി കൊടുക്കണം, ഇടമൊരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കണ്ണൂരും കാസർഗോഡും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എം രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണ്? വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ശക്തമായ മഴ തുടരുന്നുണ്ട്. മഴക്കെടുതികൾ രൂക്ഷമാണോ അവിടങ്ങളിൽ? ശ്രീകാർത്തിക, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അത്തരത്തിലുള്ള പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ പറയുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 താലൂക്കുകളിലായി 11 ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം കോഴിക്കോട് ജില്ലയിൽ 12ഓളം വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നിട്ടുള്ളത്. ഇന്നലെ 2 മരണവും കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഷംസീർ എന്ന് പറയുന്ന 46-കാരനാണ് മരിച്ചിട്ടുള്ളത്. തടമ്പാട്ട് താഴത്ത് പെട്രോൾ പമ്പിന് സമീപമുള്ള കനാലിൽ വീണാണ് ഷംസീർ മരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തടമ്പാട്ട് താഴത്ത് തലക്കുളത്തൂർ സ്വദേശിയായിട്ടുള്ള നിഖിലിന്റെ മകൾ 3 വയസ്സുകാരി നക്ഷത്രയും വീടിനടുത്തുള്ള തോട്ടിൽ വീണ് മരിച്ചിട്ടുണ്ട്. ഏതായാലും കണ്ണൂർ
കോഴിക്കോട്, കാസർഗോഡ് ഈ 3 ജില്ലകളിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഓറഞ്ച്, യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ഏതായാലും ഈ ദിവസം കഴിയുന്നതോടുകൂടി മഴയ്ക്കൽപ്പം ശമനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ശരി, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുക തന്നെയാണ്. കണ്ണൂരും കാസർഗോഡുമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ടുള്ളത്. MM രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോതി ബീച്ചിൽ വഴിയോര കടകൾ ഒഴിപ്പിക്കാൻ ശ്രമിച്ച കോർപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരെ കച്ചവടക്കാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഉദ്യോഗസ്ഥർ വന്നതെന്നും എടുത്തുകൊണ്ടുപോയ ഉന്തുവണ്ടികൾ തിരികെ നൽകണമെന്നുമാണ് കച്ചവടക്കാരുടെ ആവശ്യം. കോഴിക്കോട് കോതി ബീച്ചിൽ ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുന്ന വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നതിനാണ് കോർപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതേസമയം ഉപജീവനം മുട്ടിക്കുന്ന നടപടിയാണെന്നാരോപിച്ച് നാട്ടുകാരും വഴിയോര കച്ചവടക്കാരും ചേർന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ഈ വണ്ടി ഞങ്ങളത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം എടുത്തു കൊണ്ടുപോകാൻ പോകുമ്പോഴത്തേനും അപ്പോൾ യൂണിയൻകാർ വന്ന് അത് തടഞ്ഞതാണ്. പിന്നെ നാട്ടുകാരും യൂണിയൻകാരും കൂടി വന്ന് തടഞ്ഞു. പിന്നെ അവിടെ ഇല്ല വണ്ടികൾ വണ്ടി ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രിഡ്ജ്, തട്ടുകളെല്ലാം അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അവർ മേശയും ഫ്രിഡ്ജാണ് കൊണ്ടുപോയത്. നമ്മൾ ഭർത്താക്കന്മാരില്ലാത്ത ആൾക്കാരാണ്. മക്കൾ ചെറിയ മക്കളാണ്. അപ്പം മക്കളെ നോക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നാൽ അനധികൃത കച്ചവടം ഒഴിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ പക്ഷപാതപരമായാണ് ഇടപെടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കാലങ്ങളായി അടച്ചിട്ട കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാനുള്ള യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ലൈവായി കച്ചവടം ചെയ്യണോരു അന്നന്ന് കിട്ടി ജീവിക്കുന്നത് അവരൊക്കെ വളരെ എത്തിയും ഫണ്ട് എന്നൊക്കെ കൊടുത്ത പീടികയാണ്. ഈ പീടികക്കാണ് ഇവർ എടുത്തു കൊണ്ടുപോയത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഏമാമാരമാതിരി പീടിക വെച്ചിട്ട് ഇങ്ങനെ വാടക മേൽവാടക കൊടുക്കണേ. അതൊന്നും ആരും കാണണമെന്നില്ല. ഒടുവിൽ നാട്ടുകാരും യൂണിയനും ഇടപെട്ടതോടെയാണ് കടകൾ ഒഴിപ്പിക്കുന്നതിൽ നിന്നും ഉദ്യോഗസ്ഥർ പിന്തിരിഞ്ഞത്. ഇതിനിടെ 3ഓളം ഉന്തുവണ്ടികൾ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിരുന്നു. ലൈസൻസിന് അപേക്ഷിച്ചെങ്കിലും കോർപ്പറേഷൻ ലൈസൻസ് നൽകാൻ തയ്യാറാകുന്നില്ല. ലൈസൻസ് അനുവദിക്കുകയും കൊണ്ടുപോയ വണ്ടികൾ തിരിച്ചു നൽകണമെന്നതുമാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? നേരിയ നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. പശ്ചിമേഷ്യയിൽ തുടരുന്ന അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു സ്വാധീനം ആഗോള വിപണികളെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇന്നലെയും അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. വരും ദിവസങ്ങളിലും ഏതാണ്ട് ഈ രീതിയിൽ നേരിയ തോതിലെങ്കിലും വിൽപ്പന തുടരുന്നു, സമ്മർദ്ദം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധത്തിന് അയവുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണി മുന്നോട്ട് കയറാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതത്വം വിപണിയെ നല്ല പോലെ ബാധിക്കുകയും ചെയ്യും. വിപണി എപ്പോഴും അനിശ്ചിതത്വമാണ് വിപണിയെ പലപ്പോഴും ആശങ്കയിലാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടം പിന്നിടുന്നതുവരെ വിപണിയിൽ ഈ തരത്തിലുള്ള ഒരു വിൽപ്പന തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പതിവിന് വിപരീതമായി ഇന്നലെ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഏതാണ്ട് 1200 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ വലിയ തോതിൽ നിക്ഷേപം തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ വിപണിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ കണ്ടുകൊണ്ട് ഈ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. പ്രത്യേകിച്ചും മിക്ക മേഖലകളിലും IT ഒഴികെയുള്ള മേഖലകളിലെല്ലാം ഇന്നലെ വിൽപ്പന സമ്മർദ്ദമായിരുന്നു. രണ്ടാം തര ചെറുകിട ഓഹരികളിലും വിൽപ്പന സമ്മർദ്ദം തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഇപ്പോൾ പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. നിലവിലെ സാഹചര്യത്തിൽ മികച്ച രണ്ടാം തര ചെറുകിട ഓഹരികളിൽ നല്ല രീതിയിലുള്ള ഒരു വിൽപ്പന ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മുൻനിര ഓഹരികളിലും വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അത്തരം ഓഹരികളെ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഈ വിപണിയെ കാണാവുന്നതുമാണ്. സാങ്കേതികമായി 25,000 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ 24,500 എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരം പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഒരു നിലവാരം തന്നെയാണ് വിപണി നീങ്ങുന്നതും. ഇന്നെന്തായാലും ഇന്നലത്തേനേക്കാൾ നേരിയ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുമ്പോൾ. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. കോഴിക്കോട്ടെ ബൈക്ക് യാത്രാ കൂട്ടായ്മയായ ക്ലബ് BRC പുതിയ ലോഗോ പുറത്തിറക്കി. ക്ലബ് അംഗങ്ങൾ കൂടിയായ ഡോക്ടർ മിലി മോനി, ഡോക്ടർ കോളിൻ എന്നിവർ ചേർന്ന് ഹോണ്ട ബിഗ് വിംഗ് കാലിക്കറ്റ് ഷോറൂമിൽ വെച്ചാണ് ലോഗോ പ്രകാശനം ചെയ്തത്. ഹോണ്ട ബൈക്കുകളുടെ ഉടമകൾ മാത്രം അംഗങ്ങളായുള്ള ക്ലബ് സുരക്ഷിതവും സന്തോഷകരവുമായ ബൈക്ക് യാത്രയാണ് ലക്ഷ്യമാക്കുന്നത്. ഹെൽമറ്റ്, പ്രൊട്ടക്റ്റീവ് ഗിയർ ഉപയോഗിക്കൽ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ക്ലബ് ഓരോ ബൈക്ക് റൈഡും സംഘടിപ്പിക്കുന്നത്. 5 അംഗങ്ങളുമായി തുടങ്ങിയ ഈ ക്ലബിൽ നിലവിൽ 50ഓളം അംഗങ്ങളുണ്ട്. മറ്റു
ബ്രാൻഡഡ് ബൈക്കുകളുടെ ഉടമകളെയും ചേർത്ത് ഭാവിയിൽ കൂട്ടായ്മ വിപുലീകരിക്കുമെന്ന് ക്ലബ് അംഗങ്ങൾ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടി സൈലത്തിലെ വിദ്യാർത്ഥികൾ. സൈലം ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ കഴിഞ്ഞ വർഷം റിപ്പീറ്റർ കോഴ്സിന് പഠിച്ച കുട്ടികളിൽ നിന്ന് 615 മാർക്ക് നേടിയ റന അബ്ല ടോപ്പറായി. സൈലം ലേണിംഗ് ആപ്പിൽ ഓൺലൈനായി റിപ്പീറ്റ് ചെയ്ത കുട്ടികളിൽ നിന്ന് നിവേദിത എ 609 മാർക്ക് നേടി ടോപ്പറായി. മികച്ച സ്കോറുകൾ നേടിയ വിദ്യാർത്ഥികളെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന പ്രോഗ്രാമിൽ വെച്ച് ആദരിച്ചു. 2025 JEE അഡ്വാൻസ്ഡ് എക്സാമിൽ റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളും ചടങ്ങിനെത്തിയിരുന്നു. സൈലം CEO ഡോക്ടർ ആനന്ദു, സൈലം ഡയറക്ടർ ലിജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സൈലത്തിലെത്തിയ 10,000 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. 2026 നീറ്റ് JEE റിപ്പീറ്റർ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സൈലത്തിൽ പുരോഗമിക്കുകയാണ്. ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളമാറ്റിൽ മിഥുനമാസത്തിലെ മൂലം നാളിൽ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടി നടക്കുന്ന മത്സരം ജൂലൈ 9 നടക്കും. 9 ജലരാജാക്കന്മാർക്ക് പുറമെ വെപ്പ്, ഓടി വള്ളങ്ങളും മത്സരത്തിന് കൊഴുപ്പേകും. നെഹ്റു ട്രോഫി ജലോത്സവം മുന്നിൽ കണ്ട ശക്തമായ പോരാട്ടത്തിനായി അണിയറയിൽ അണിഞ്ഞൊരുങ്ങുകയാണ് പ്രമുഖ ബോട്ട് ക്ലബ്ബുകൾ. ജലമാമാങ്കത്തിന് ഇനി 1 മാസം തികച്ചില്ലെന്നിരിക്കെ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ജേതാവിനെ കണ്ടെത്താനുള്ള പരിശീലന മാമാങ്കമായാണ് ചമ്പക്കുളം മൂലം ജലോത്സവത്തെ പ്രമുഖ ബോട്ട് ക്ലബ്ബുകളും ചുണ്ടൻ വള്ളസമിതികളും കാണുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിന് അർഹരായുള്ള പ്രമുഖ ക്ലബ്ബുകളൊക്കെ മാസങ്ങൾക്ക് മുൻപ് വള്ളസമിതികളുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു. ക്ലബ്ബുകൾ കരാർ ഉറപ്പിച്ചതോടെ ഓരോ വള്ളങ്ങളുടെയും ന്യൂനതകളും ക്ഷതങ്ങളും ഒക്കെ മനസ്സിലാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി ഇതിനകം തന്നെ മത്സരസജ്ജമായി കഴിഞ്ഞു. പ്രമുഖ ക്ലബ്ബുകളൊക്കെ ക്ഷമതയുള്ള ജലകായിക താരങ്ങളെ കണ്ടെത്താൻ സെലക്ഷൻ ട്രയലും നടത്തിയിരുന്നു. കഴിഞ്ഞ സീസണുകളിൽ മത്സരത്തിലേർപ്പെട്ട തുഴച്ചിൽക്കാരിൽ മെച്ചമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തവരെ നീക്കി പുതിയ അംഗങ്ങളെ കണ്ടെത്തുന്നതിനായാണ് സെലക്ഷൻ ട്രയൽ സംഘടിപ്പിച്ചത്. ഇനി രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പരിശീലന തുഴച്ചിലിന്റെ നാളുകളാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ ശക്തമായ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടതിനാലാണ് മത്സര തുഴച്ചിൽ വൈകാൻ കാരണമായത്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ താളം ഉയരുന്നതിനോടൊപ്പം വേഗരാജാവിനെ കണ്ടെത്തുന്നതിനുള്ള കായിക താരങ്ങളുടെ കൈക്കരുത്തും പ്രകടമാകും. വള്ളത്തിന്റെ തറകൾ മുറുക്കിയും ന്യൂനതകൾ മാറ്റിയും ചുണ്ടൻ വള്ള സമിതികൾ അടുത്ത ജലോത്സവ സീസണായി കാത്തിരിക്കുമ്പോൾ മുൻവർഷം പ്രഥമ 3 സ്ഥാനങ്ങളിലെത്തിയ ക്ലബ്ബുകൾ ഒന്നാമത് എത്തുന്നതിനായുള്ള അണിയറ നീക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് എല്ലാം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.